ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ ഫിസിക്സിൻ്റെ ഇലക്ട്രിസിറ്റി എന്നുള്ള ടോപ്പിക്കിൽ രണ്ട് വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 1 പാർട്ട് 2 നമ്മൾ കുറച്ച് കൺസെപ്റ്റുകൾ, സിലബസിലുള്ള എല്ലാ കൺസെപ്റ്റുകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടി മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സബാറ്റമിക് പാർട്ടിക്കിൾ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇലക്ട്രിക് കറണ്ട് ഇൻ എ കണ്ടക്ടർ? ഒരു കണ്ടക്ടറിൽ ഇലക്ട്രിക് കറണ്ടിന് കാരണമായിട്ടുള്ള പാർട്ടിക്കിൾ, സബാറ്റമിക് പാർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പ്രോട്ടോൺ ഫ്ലോ ചെയ്യുന്നുണ്ടോ? ഇല്ല, അതെപ്പോഴും ന്യൂക്ലിയസിലവിടെ എന്താണ് അവിടെ എന്താ പറയുക, ഇമ്മൊബൈലായിട്ട് അവിടെ തന്നെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിക്കിളാണ്. സോ ഇലക്ട്രോൺ ആണ് എന്ത്, ഈ നമ്മുടെ കറണ്ട് ഫ്ലോയ്ക്ക് കാരണമായിട്ടുള്ള സബാറ്റമിക് പാർട്ടിക്കിൾ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 2ലേക്ക് പോകാം. ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു കണ്ടക്ടിങ് മെറ്റീരിയൽ ആയിട്ടുള്ള അയൺ അല്ലെങ്കിൽ എന്താവട്ടെ, എന്തൊരു മെറ്റീരിയൽ ആവട്ടെ, അതിന്റെ റെസിസ്റ്റൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഓപ്ഷൻ എ മെറ്റീരിയൽ, ബി ലെങ്ത്, സി ക്രോസ് സെക്ഷണൽ ഏരിയ. ഇതിലേതിനെ ഡിപ്പെൻഡ് ചെയ്യുക? എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യും. കാരണം എന്താ, ആറിന്റെ ഇക്വേഷൻ എന്താ? റോ എൽ ബൈ എ. ഇവിടെ എന്തൊക്കെ വന്നിട്ടുണ്ട്? ഈ റോ എന്ന് പറയുന്നത് എന്താ? റെസിസ്റ്റിവിറ്റി ആണ്. അത് മെറ്റീരിയൽ ഡിപ്പെൻഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണ്. സോ ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യും? ഏത് മെറ്റീരിയൽ ആണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. പിന്നെ ലെങ്ത് വരുന്നുണ്ട് അല്ലേ. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. നമ്മൾ എടുക്കുന്ന കണ്ടക്ടറിന്റെ ലെങ്ത് എന്ത് ചെയ്യും? റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ലെങ്ത്തിന് ആ ഒരു ഇക്വേഷനിൽ ഡിപ്പെൻഡൻസ് വന്നു. പിന്നെ എന്താ ഉള്ളത്? ക്രോസ് സെക്ഷണൽ ഏരിയ. ഈ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അവിടെ എന്തുണ്ട്? ക്രോസ് സെക്ഷണൽ ഏരിയയും നമ്മുടെ റെസിസ്റ്റൻസ് ആറിന്റെ ഇക്വേഷനിൽ അവിടെ വന്നിട്ടുണ്ട്. സോ ഈ മൂന്ന് കാര്യങ്ങളും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും. അവിടെ നിങ്ങൾ ഒരു കൺസെപ്റ്റോട് മനസ്സിലാക്കുക. ഈ റോ എന്ന് പറയുന്ന റെസിസ്റ്റിവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല? ഇവിടെ തന്നിട്ടുള്ള ലെങ്ത്തിനെയോ ക്രോസ് സെക്ഷണൽ ഏരിയയോ ഡിപ്പെൻഡ് ചെയ്യില്ല. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക? അത് മെറ്റീരിയൽ ഡിപ്പെൻഡ് ആണ്. സോ എന്ത് മനസ്സിലാക്കാം? റെസിസ്റ്റൻസ് ആർ എന്നുള്ളത് എല്ലാ പാരാമീറ്റേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യും. റെസിസ്റ്റിവിറ്റി റോ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? മെറ്റീരിയൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ 3, SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താണ്? ഓം ആണ്. ഇവിടെ നിങ്ങൾ ബാക്കി ഓപ്ഷൻസ് കൂടെ എന്തിൻ്റെയൊക്കെയാണ് മനസ്സിലാക്കുക. ആംബിയർ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ആണ്. ഏതാണ്? കറണ്ടിൻ്റെതാണ്. പിന്നെ വോൾട്ട് എന്തിൻ്റെ ആണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെതാണ് വോൾട്ട്. ഇല്ലെങ്കിൽ എന്താണ്? വോൾട്ടേജിൻ്റെതാണ് വോൾട്ട്. ഓക്കെ, ഇത് രണ്ട് സെയിം ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത് വോൾട്ടേജ് സെയിം ആണ്. അതിൻ്റെ യൂണിറ്റ് ആണ് വോൾട്ട്. കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്. ജൂൾ എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ്? എനർജിയുടെ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓം റെസിസ്റ്റൻസിൻ്റെത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ ഇലക്ട്രിക് കറണ്ട് ഈസ്. ഏതാണ്? അമ്മീറ്റർ ആണ് കറണ്ട് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ്. ഓക്കെ, ഇനി ബാക്കിയുള്ള ഡിവൈസുകളുടെ ഫംഗ്ഷൻ കൂടി നമുക്ക് നോക്കാം. വോൾട്ട് മീറ്റർ എന്തിനു യൂസ് ചെയ്യുന്നതാണ്? വോൾട്ടേജ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ ഡിറ്റക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്. വാട്ട് മീറ്റർ എന്ന് പറയുന്നത് പവർ കൺസംഷൻ ആണ്. ഓക്കെ, നമ്മുടെ വീട്ടിലൊക്കെ എനർജി മീറ്റർ പോലെ പവർ കൺസംഷൻ റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് മെഷർ ചെയ്യുന്ന മീറ്റർ ആണ് ഈ വാട്ട് മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ 5, റെസിസ്റ്റൻസ് ഓഫ് ആൻ ഐഡിയൽ വോൾട്ട് മീറ്റർ ഈസ്. ഓക്കെ, ഐഡിയൽ വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വോൾട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും എന്താണ്, നമ്മുടെ ഏതിൻ്റെ ആണോ വോൾട്ടേജ് അളക്കേണ്ടത്. ഇപ്പോൾ ഒരു ബാറ്ററിയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ബാറ്ററിയുടെ ഇത് പ്ലസ് ഇത് മൈനസ്. വോൾട്ട് മീറ്റർ നമ്മളെങ്ങനെ വെക്കാം? വി എന്ന് എഴുതാം കേട്ടോ. വോൾട്ട് മീറ്റർ നമ്മൾ വെക്കുന്നത് വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് ബാറ്ററിയുടെ പ്ലസ്സിൽ വെക്കും, വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവിൽ വെക്കും. നമുക്ക് മാക്സിമം വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്ത് കിട്ടുന്നത് മാക്സിമം റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോഴാണ്. ഓക്കെ, സോ നമ്മുടെ ഐഡിയൽ വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് വെരി ഹൈ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി നമ്മൾ കുറച്ച് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്വേഷൻസ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ എപ്പോഴും എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ച് നോക്കുക. എന്നിട്ട് തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് ഒക്കെ അവിടെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം അവിടെ എന്താണോ ചോദിച്ചിട്ടുള്ളത് അത് കൂടി നോട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പാരാമീറ്റേഴ്സിനൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എഴുതിയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ,
നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താ പറയുന്നത്? എ കറണ്ട് ഓഫ് 3 ആംപിയർ ഫ്ലോസ് ത്രൂ എ റെസിസ്റ്റർ ഓഫ് 5 ഓം. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ റെസിസ്റ്റർ? എന്തൊക്കെ തന്നിട്ടുണ്ട്? തന്ന കാര്യങ്ങൾ ആദ്യം എഴുതി വെക്കുക. ഐ ഈസ് ഈക്വൽ ടു 3 ആംപിയർ തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? റെസിസ്റ്റൻസ് ആർ ഈക്വൽ ടു 5 ഓം എന്ന് തന്നിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വി ആണ്. ഇതിനെ മൂന്നിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? വി ഈസ് ഈക്വൽ ടു ഐ ആർ. ഇത് ഏത് ലോയിൽ നിന്ന് വന്നതാണ്? ഓംസ് ലോയിൽ നിന്ന് വന്നതാണ്. ഓക്കെ, ഓംസ് ലോ പ്രകാരം ഉള്ള ഇക്വേഷൻ ആണ് വി ഈസ് ഈക്വൽ ടു ഐ ആർ. ഇവിടെ ഇപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? വി ആണ്. ഐയും ആറും തന്നിട്ടുണ്ട്. സോ അത് ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 ഇൻറ്റു 5 എത്ര കിട്ടി? 15 വോൾട്ട്. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ എ 15 വോൾട്ട് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question 7. What is the electric potential if 60 joules of work is done to move 3 coulombs of charge? എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് നമുക്ക് കാണാനുള്ളത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? 60 joules of work is done. W is equal to 60 joules എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? To move 3 coulombs of charge. ചാർജ് എന്താണ്? Q ആണ് നമ്മൾ ചാർജിന് വേണ്ടി യൂസ് ചെയ്യുക. 3 coulombs ഓഫ് ചാർജ് മൂവ് ചെയ്തിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്, വി ആണ്. വിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? വിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാം? 60/3. W 60 ആണ്. Q is equal to 3 coulombs ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, യൂണിറ്റ് ഒന്നും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം സ്റ്റാൻഡേർഡ് യൂണിറ്റ് തന്നെ ഉണ്ട്. സോ വി ഈസ് ഈക്വൽ ടു 20 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, വി എത്ര കിട്ടിയത്? 20 വോൾട്ട്. 20 വോൾട്ട് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ 8ലേക്ക് പോവാം. വാട്ട് ഈസ് ദ പവർ കൺസ്യൂംഡ് വെൻ എ കറണ്ട് ഓഫ് 2 ആംപിയർ ഫ്ലോസ് ത്രൂ എ ഡിവൈസ് വിത്ത് 12 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ പവർ? പവർ കൺസ്യൂംഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് കിട്ടേണ്ടത് പി ആണ്. ഓക്കെ, പി തന്നിട്ടില്ല, അത് നമ്മൾ ഫൈൻഡ് ചെയ്യണം. എന്തൊക്കെ തന്നിട്ടുണ്ട്? കറണ്ട് ഓഫ് 2 ആംപിയർ എന്ന് പറയുന്നുണ്ട് അല്ലേ? കറണ്ടിന് ഐ ആണ്. സോ 2 ആംപിയർ. പിന്നെ എന്താ പറയുന്നത്? ഡിവൈസ് വിത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 12 വോൾട്ട്. ഓക്കെ, വി ഈസ് ഈക്വൽ ടു 12 വോൾട്ട് കൂടെ എഴുതി വെക്കാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പി കാണാനുണ്ട്. പവറിന്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? പവർ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. പിന്നെ എന്ത് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്? പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ പഠിച്ചിട്ടുണ്ട്. പിന്നെ പി ഈസ് ഈക്വൽ ടു വേറെ ഏത് ഇക്വേഷനാണ് ഉള്ളത്? ഐ സ്ക്വയർ ആർ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്ര ഇക്വേഷൻസ് നമുക്കുണ്ട്. ഇതിൽ നമുക്ക് ഏതൊക്കെ തന്നിട്ടുള്ളത്? വിയും തന്നിട്ടുണ്ട്, ഐയും തന്നിട്ടുണ്ട്. സോ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. സോ അവിടെ പവർ എത്ര കിട്ടും? 2 ഇൻറ്റു 12 എത്ര കിട്ടി? 24 വാട്ട്സ് ആണ് എന്ത് പവർ കൺസ്യൂംഡ്. ഓക്കെ, പവർ കൺസ്യൂംഡ് 24 വാട്ട്സ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ മച്ച് എനർജി ഈസ് കൺസ്യൂംഡ് ബൈ എ 100 വാട്ട്സ് ബൾബ് ഇൻ 10 hours? ഓക്കെ, ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? 10 വാട്ട്സ് ബൾബ്. സോ പവർ എത്രയാണ്? സോറി, 100 വാട്ട്സ് ആണ്. ഹൗ മച്ച് എനർജി ഈസ് കൺസ്യൂംഡ് ബൈ 100 വാട്ട്സ് ബൾബ് ഇൻ 10 hours? ഓക്കെ, പവർ എന്ന് പറയുന്നത് 100 വാട്ട്സ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എനർജി ഇ ആണ്. ഓക്കെ, പിന്നെ എന്താ ഉള്ളത്? പിന്നെന്താ തന്നിട്ടുള്ളത്? ടി തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? ഹവേഴ്സിലാണ് തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിക്കുമ്പോൾ ജൂൾസിലാണ് ഉണ്ടായിരുന്നത് അല്ലേ? ജൂൾസിലുള്ള സമയത്ത് നമ്മൾ അവിടെ എന്താണ് ടി ഒക്കെ എന്താ സെക്കൻഡ്സിലാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ കൊമേഴ്ഷ്യൽ യൂണിറ്റിലാണ് വരുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഇതിനെ സെക്കൻഡ്സിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിൽ ഇതൊക്കെ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ഒറ്റ പണിയുള്ളൂ. എന്താ? ഇ ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടി ആണ് അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇ ഈസ് ഈക്വൽ ടു വി ഐ ടി എന്ന് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ പഠിച്ചിട്ടുള്ളത്?
ഐ സ്ക്വയർ ആർ ടി എന്ന് പഠിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്ത് പഠിച്ചിട്ടുണ്ട്? വി സ്ക്വയർ ടി ബൈ ആർ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഈ വി ഐ എന്ന് പറഞ്ഞാലും പവറാണ്, ഐ സ്ക്വയർ ആർ എന്ന് പറഞ്ഞാലും പവറാണ്, വി സ്ക്വയർ ബൈ ആർ എന്ന് പറഞ്ഞാലും പവറാണ്. സോ ഇവിടെ എനർജിയുടെ ഇക്വേഷൻ എന്ത് വരും? എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് E ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? 100 വാട്ട്സ് എന്ന് തന്നിട്ടുണ്ട് പവർ. ഓക്കെ, ഇൻറ്റു എത്ര ടൈം? 10 hours. അപ്പോൾ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1000 വാട്ട് അവേഴ്സ് കിട്ടും. ഓക്കെ, 1000 വാട്ട് അവേഴ്സ് എന്താണ്? 1 കിലോ വാട്ട് അവർ ആണ്. ഓക്കെ, യൂണിറ്റ് ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ 1000 എന്ന് കിട്ടിയപ്പോൾ തന്നെ ഇവിടെ 1000 ജൂൾസ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് കൂടെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ആൻസർ സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ മച്ച് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ 3 ohm റെസിസ്റ്റർ ക്യാരിയിങ് 2 ആംപിയർ കറണ്ട് ഫോർ 5 seconds? അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഒരു പാരാമീറ്റർ കണ്ടുപിടിക്കണം, ബാക്കി 2 പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് എന്താ? ഒരു പാരാമീറ്റർ കണ്ടുപിടിക്കാം, 3 എണ്ണം തന്നിട്ടുണ്ട്. ഇങ്ങനെ 3 എണ്ണമൊക്കെ വരുന്നത് ഏതിലാ? ഒന്ന് എനർജിയുടെ കേസിലാണ്, പിന്നെ ഒന്നെന്താ? ഹീറ്റ് പ്രൊഡ്യൂസ്ഡിലാണ് എന്ത്? നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 3 ടേംസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണെന്ന് എഴുതി വെക്കാം. ആദ്യം തന്നിട്ടുള്ള റെസിസ്റ്റർ ആണ്. റെസിസ്റ്റൻസ് എത്രയാണ് തന്നിട്ടുള്ളത്? 3 ohm തന്നിട്ടുണ്ട്. പിന്നെ കറണ്ട് തന്നിട്ടുണ്ട്, 2 amperes എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ടി ഈസ് ഈക്വൽ ടു 5 seconds എന്ന് തന്നിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ തന്നത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഹീറ്റിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ജൂൾസിലായിരിക്കും. ഓക്കെ, ഇവിടെ എല്ലാ ഓപ്ഷനും തന്നിരിക്കുന്ന 4 ഓപ്ഷൻസും ജൂൾസിൽ തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് അവിടെ കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് ആർ തന്നിട്ടുണ്ട്, ഐ തന്നിട്ടുണ്ട്, ടൈം ടി തന്നിട്ടുണ്ട്. ഇതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡ്യൂസ്ഡ് ഹീറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. നമുക്ക് എന്ത് ചെയ്യാം? ഓരോ പാരാമീറ്റേഴ്സ് ആയിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐ സ്ക്വയർ എത്രയാ? 2 സ്ക്വയർ 4 വരും, ഇൻറ്റു ആർ എത്രയാണ്? 3 ohms ആണ്, ഇൻറ്റു ടി എത്രയാണ്? 5 seconds ആണ്. എത്ര കിട്ടി? 4 × 3 12, 12 × 5 60 വാട്ട്സ് കിട്ടും. ഓക്കെ, 60 ജൂൾസ് കിട്ടും. സോറി, എന്താണ് എനർജിയുടെ യൂണിറ്റ് അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂൾസിനാണ് നമ്മൾ നോർമലി പറയാം. ഓക്കെ, അപ്പോൾ 60 ജൂൾസ് എന്നാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ 11. A resistor of 4 ohm carries 2 ampere current and produces 80 joules of heat. For how much time did current flow? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് അല്ല, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടി ആണ്. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? റെസിസ്റ്റൻസ് ആർ തന്നിട്ടുണ്ട്, എത്രയാണ്? 4 ohms ആണ് തന്നിട്ടുണ്ട്. കറണ്ട് ഐ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 2 amperes ആണ് തന്നിട്ടുണ്ട്. പിന്നെ എന്തുകൂടി കൊടുത്തിട്ടുണ്ട്? പ്രൊഡ്യൂസ്ഡ് ഹീറ്റ് എത്രയാണ്? എച്ച് എത്രയാണ്? എച്ച് 80 ജൂൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഇനി എന്ത് ചെയ്യാം? ടി കണ്ടുപിടിക്കാം. ടി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ടി ഈസ് ഈക്വൽ ടു എച്ച് ബൈ ഐ സ്ക്വയർ ആർ എന്ന് വരും അല്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ടി ഈസ് ഈക്വൽ ടു എച്ച് ബൈ ഐ സ്ക്വയർ ആർ. എച്ച് എത്രയാണ്? 80 ഡിവൈഡ് ബൈ ഐ എത്രയാണ് തന്നിരുന്നു? 2 ആണെന്ന് തന്നിരുന്നു. 2 സ്ക്വയർ എത്രയാ? 4 ഇൻറ്റു പിന്നെ എത്രയാ? പിന്നെ എത്ര തന്നിട്ടുള്ളത്? പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എത്രയാണ്? 4 ohms ആണ്. സോ 80/16 എന്ന് വരും. 80/8 എത്രയാണ്? 80/8 വരുന്ന സമയത്ത് 10 ആവും. ഓക്കെ, അങ്ങനെയുള്ള 80/16 എത്രയാവും? 5 വരും. ഓക്കെ, 80/16 എന്ന് പറയുന്നത് 5 ആണ്. യൂണിറ്റ് എന്താണ്? 5 seconds. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 5 seconds. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ മെയിൻ ഫങ്ഷൻ ഓഫ് എ ഫ്യൂസ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് ടു
എന്താണ് ഒരു ഫ്യൂസ് നമ്മൾ എന്തിനാ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ, നമ്മുടെ ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ടിലൊക്കെ ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് കൊടുത്തിട്ടുള്ളത്? സ്റ്റെബിലൈസ് വോൾട്ടേജ് ആണോ? അല്ല. പ്രിവെന്റ് കറണ്ട് ലീക്കേജ് അതാണോ? അല്ല. പിന്നെ എന്തിനാ? പ്രൊട്ടക്ട് ദ അപ്ലയൻസസ് ഫ്രം ഓവർ കറണ്ട്. ഓവർ കറണ്ട് വരുമ്പോൾ ഫ്യൂസ് എന്ത് ചെയ്യണം? മെൽറ്റ് ആയിട്ട് കട്ട് ചെയ്ത് പോയിട്ട് നമ്മുടെ സർക്യൂട്ടിലേക്ക് ഇനി കൂടുതൽ കറണ്ട് വരാതിരിക്കാൻ. അങ്ങനെ ഓവർ കറണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ ഡിവൈസസ് ഒക്കെ കേടുവന്നു പോകും. അപ്പോൾ ഈ ഒരു ഫ്യൂസ് അവിടെ ഉണ്ടെങ്കിൽ ഇതിന്റെ സെക്കൻഡ് മെൽറ്റിംഗ് പോയിന്റ് എത്തുമ്പോൾ എന്ത് ചെയ്യും? ഓവർ കറണ്ട് വന്ന് ഹീറ്റ് ആയിട്ട് ഒരു സെർട്ടൻ പോയിന്റ് മെൽറ്റിംഗ് പോയിന്റ് എത്തുമ്പോൾ ഈ ഒരു ഫ്യൂസ് കട്ടായി പോകും. ഈ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ള അപ്ലയൻസസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വയറിങ്ങും അപ്ലയൻസസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. ഇൻ എ ഡൊമസ്റ്റിക് സർക്യൂട്ട് ഓൾ അപ്ലയൻസസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ആണ്. അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ എല്ലാ അപ്ലയൻസസും എങ്ങനെയായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം? പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക. ഓക്കെ, പാരലൽ കണക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ അപ്ലയൻസസിനും ഈക്വൽ വോൾട്ടേജ് കിട്ടുള്ളൂ. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ അപ്ലയൻസസിനും എന്ത് കിട്ടില്ല? ഈക്വൽ വോൾട്ടേജ് കിട്ടില്ല. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കാം. എന്താ അതിൽ പറയുന്നത്? ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ചാർജ് ഫ്രം എ ചാർജ്ഡ് ഒബ്ജക്ട് ടു എർത്ത് ഈസ് കോൾഡ്. എന്താ അത്? ക്വസ്റ്റ്യനിൽ തന്നെ അതിന്റെ ഡയറക്റ്റ് ആൻസർ ഉണ്ട്, എർത്തിങ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് ഏറ്റവും നല്ല കണ്ടക്ടർ? ഏതാണ്? ഗ്ലാസ് ഒരു കണ്ടക്ടർ ആണോ? അല്ല, അതൊരു ഇൻസുലേറ്റർ ആണ്. റബ്ബർ ഒരു ഇൻസുലേറ്റർ ആണ്. വുഡും ഒരു ഇൻസുലേറ്റർ ആണ്. അപ്പോൾ ഗുഡ് കണ്ടക്ടർ ഏതാണ്? സിൽവർ ആണ്. ഓപ്ഷൻ സി, സിൽവർ. ഓക്കെ, ക്വസ്റ്റ്യൻ 16. എ വയർ ക്യാരീസ് 2 ആംപിയർ കറണ്ട് വെൻ കണക്റ്റഡ് ടു 10 വോൾട്ട് ബാറ്ററി. If voltage is increased to 20 volt, what will be the current assuming resistance remains constant? ഓക്കെ, നമ്മുടെ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എന്താണ്? സെയിം ആണ്, അത് മാറുന്നില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 10 വോൾട്ട് ഉള്ള ഒരു ബാറ്ററി, 10 വോൾട്ടുള്ള ബാറ്ററിയിൽ നമ്മളൊരു ലോഡ് ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബൾബാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 10 വോൾട്ട് ആയിരിക്കുന്ന സമയത്ത് അതിലൂടെ പോകുന്ന കറണ്ട് എത്രയായിരുന്നു? 2 ആംപിയർ ആയിരുന്നു. ഓക്കെ, എത്ര ആംപിയർ ആയിരുന്നു? 2 ആംപിയർ ആയിരുന്നു. ഓക്കെ, ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വോൾട്ടേജ് ഡബിൾ ആക്കിയിട്ടുണ്ട്, ഇൻറ്റു 2 ചെയ്തു. ആ സമയത്ത് റെസിസ്റ്റൻസ് സെയിം ആയിരിക്കുമ്പോൾ കറണ്ടിന് എന്ത് പറ്റും? കറണ്ട് ഓൾസോ ഡബിൾ ആവും. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുക? 4 ആംപിയർ. ഇതെങ്ങനെ വന്നു? നമ്മൾ ഇവിടെ ഓംസിൽ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിട്ടുള്ളത്? V is equal to I into R. ഓക്കെ, റെസിസ്റ്റൻസ് എന്താണ്? സെയിം ആണ്. സോ വി കൂടുമ്പോൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ? വി പ്രൊപ്പോർഷണൽ ഐ എന്ന് പഠിച്ചിട്ടുണ്ട്. വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ സെയിം പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എന്ത് കൂടി കൂടും? കറണ്ട് കൂടി കൂടും. സോ 10 വോൾട്ടിൽ 2 ആംപിയർ കിട്ടുന്നുണ്ടെങ്കിൽ 20 വോൾട്ടിൽ എത്ര കിട്ടും? 4 ആംപിയേഴ്സ് കിട്ടും. കാരണം എന്താ? വോൾട്ടേജ് ഡബിൾ ആവുന്നു, സോ കറണ്ടും ഡബിൾ ആവുന്നു. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 4 ആംപിയർ. ഓപ്ഷൻ എ, 4 ആംപിയേഴ്സ്. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 17. എ 60 വാട്ട്സ് ഇലക്ട്രിക് ബൾബ് ഈസ് കണക്റ്റഡ് ടു എ 240 വോൾട്ട് സപ്ലൈ. വാട്ട് കറണ്ട് ഡസ് ഇറ്റ് ഡ്രോ? എന്താ പറയുന്നത്? കൺസ്യൂം ചെയ്തിരിക്കുന്ന പവർ കൊടുത്തിട്ടുണ്ട്. എത്രയാ? പി ഈസ് ഈക്വൽ ടു 60 വാട്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒന്നും പറയില്ല. എങ്ങനെ പറയില്ല? ബൾബ് കൺസ്യൂം 60 വാട്ട്സ് പവർ എന്നൊന്നും പറയില്ല. എങ്ങനെ പറയുള്ളൂ? 60 വാട്ട് അപ്ലയൻസ് അല്ലെങ്കിൽ 60 വാട്ട് ബൾബ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു ഡിവൈസിന്റെ പേര് അങ്ങനെ പറയുള്ളൂ. സോ അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? പി ഈക്വൽ ടു എത്രയാണോ തന്നിട്ടുള്ളത് അത്രയും വാട്ട്സ്. ഓക്കെ, കണക്റ്റഡ് ടു എ 240 വോൾട്ട് സപ്ലൈ. അവിടെ എന്ത് കൂടി തന്നിട്ടുണ്ട്? വി കൂടി തന്നിട്ടുണ്ട്. എത്രയാണ്? 240 വോൾട്ട് ആണ്. ഇനി എന്താ കാണേണ്ടത്? വാട്ട് കറണ്ട് ഡസ് ഇറ്റ് ഡ്രോ? എത്ര ആംപിയർ കറണ്ട് ആ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ആ ഒരു ബൾബ് ഡ്രോ ചെയ്യണം എന്നുള്ളതാണ് കാണേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക? ഈ തന്നിരിക്കുന്ന കറണ്ടാണ് നമുക്ക് കാണേണ്ടത്. ഇതിനൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ എഴുതാം. എന്താണ്? പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇതിൽ നമുക്ക് കാണേണ്ടത് എന്താണ്? ഐ ആണ് കാണേണ്ടത്. സോ ഐ ഈസ് ഈക്വൽ ടു പി ബൈ വി എന്ന് വരും. പി എത്രയാണ്? 60 ബൈ 240 എന്ന് വരും. 240 ബൈ 60 എത്രയാണ്? 4 ആണ്. സോ 60 ബൈ 240 1 ബൈ 4 വരും. അത് എത്രയാണ്? 0.25 ആംബിയേഴ്സ് ആണ്. ഓപ്ഷൻ എ, 0.25 ആംബിയേഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 18.
A current of 2 ampere is passed through a wire of 10 seconds. Okay. വയർ ഫോർ 10 seconds. എത്ര സെക്കൻഡ് പോയിട്ടുണ്ട്? 10 seconds പോയിട്ടുണ്ട്. എത്ര കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്? 2 ആംപിയർ കറണ്ട് ഒരു വയറിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. എത്ര നേരത്തേക്ക്? 10 സെക്കൻഡ് നേരത്തേക്കാണ്. അവിടെ എന്താ പ്രൊഡ്യൂസിങ് 80 joules ഓഫ് ഹീറ്റ്. 80 joules ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു വയറിന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എത്ര ഓംസ് ആണെന്ന് കണ്ടുപിടിക്കണം. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? കറണ്ട് 2 ആംപിയേഴ്സ് ആണ് തന്നിട്ടുണ്ട്. അത് നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, I is equal to 2 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. ടി തന്നിട്ടുണ്ട്, എത്രയാണ്? 10 seconds ആണെന്ന് തന്നിട്ടുണ്ട്. എച്ച് തന്നിട്ടുണ്ട്, എന്താണ്? ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് തന്നിട്ടുണ്ട്, 80 joules എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ തരാത്തതായിട്ട് നമുക്ക് റെസിസ്റ്റൻസ് ആണ് തരാത്തതായിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എഴുതുക. എന്താണ്? എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഓക്കെ, ആർ അപ്പം എങ്ങനെ കണ്ടുപിടിക്കാം? ആർ ഇസ് ഈക്വൽ ടു എച്ച് ബൈ ഐ സ്ക്വയർ ടി എന്ന് വരും. ഓക്കെ, എന്ത് ചെയ്യുക? എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ ഇസ് ഈക്വൽ ടു എച്ച് എത്രയാണ്? 80 ഡിവൈഡഡ് ബൈ ഐ എത്രയായിരുന്നു? 2 ആണ്. സോ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വരും. ഇൻറ്റു ടി എത്രയാണ്? 10. സോ 80 ബൈ 40 എന്ന് വരും. അത് എത്രയാണ്? 2 ohms ആണ്. ആർ ഇസ് ഈക്വൽ ടു 2 ohms എന്ന് വരും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ 8ന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 ohms. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ 2 kilowatts ഗീസർ റൺസ് ഫോർ 3 hours എ ഡേ. വാട്ട് ഈസ് ദ ടോട്ടൽ എനർജി കൺസ്യൂംഡ് ഇൻ 10 days? ഈ ക്വസ്റ്റ്യൻ ശരിക്കും ഒന്ന് വായിച്ചു നോക്കണം. ഓക്കെ, എന്താ അവിടെ പറയുന്നത്? 2 kilowatts ഗീസർ. ഓക്കെ, എത്രയാണ് അതിൻ്റെ പവർ കൺസംഷൻ വരുന്നത്? 2 kilowatts ആണ്. ഒരു ദിവസം എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്? 3 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ദിവസത്തെ എനർജി കൺസംഷൻ എത്രയായി? പി ഇൻറ്റു ടി, 2 ഇൻറ്റു 3 എന്ന് വരും. കാരണം ഇവിടെ നമ്മൾ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ്, കിലോ വാട്ട് അവറിലാണ്. സോ നമുക്ക് പവർ കൺസംഷൻ കിലോ വാട്ട്സിൽ തന്നിട്ടുണ്ട്, ടൈം ടി എന്ത് തന്നിട്ടുണ്ട്? ഹവേഴ്സിൽ തന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് യൂണിറ്റ് കൺവേർഷൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് എനർജി എത്രയെന്ന് കിട്ടും? ഒരു ദിവസത്തെ എനർജി കൺസംഷൻ എത്ര കിട്ടും? 6 kilowatts എന്ന് കിട്ടും, കിലോ വാട്ട്സ് അവർ എന്ന് കിട്ടും. ഓക്കെ, എന്താണ്? ഒരു ദിവസത്തെ ഫോർ 1 day എന്ത് കിട്ടും? അവിടെ യൂസ് ചെയ്യുന്ന കൺസ്യൂം ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് 6 kilowatt hour ആണ്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ഒരു ദിവസത്തെ എങ്ങനെയാണെങ്കിൽ 10 ദിവസത്തെ കിട്ടാനായിട്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 60 kilowatt hour എന്ന് കിട്ടും. അത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻ അപ്ലയൻസ് വിത്ത് റെസിസ്റ്റൻസ് 12 ohm കൺസ്യൂംസ് 48 watts ഓഫ് പവർ. വാട്ട് ഈസ് ദ വോൾട്ടേജ് അപ്ലൈഡ്? ഓക്കെ, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 12 ohms എന്ന് തന്നിട്ടുണ്ട്. പിന്നെ പവർ പി ഈസ് ഈക്വൽ ടു 48 watts എന്നും തന്നിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? വി ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, പവറിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ, പവർ ഈസ് ഈക്വൽ ടു പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. പിന്നെ ഏതാ ഇക്വേഷൻ ഉള്ളത്? വി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയായിരുന്നു? ഇവിടെ നമുക്ക് ഐ കറണ്ട് തന്നിട്ടില്ല. സോ ഇവിടെ തന്നിട്ടുള്ളത് പവറും റെസിസ്റ്റൻസും വോൾട്ടേജ് ആണ്. സോ നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 2 ഉപയോഗിക്കാം. ഓക്കെ, ഇക്വേഷൻ ഏതായിരുന്നു? പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഇവിടെ നമുക്ക് കാണേണ്ടത് വി ആണ്. സോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ. വി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പി ഇൻറ്റു ആർ എന്ന് വരും. ഓക്കെ, വി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പി എത്രയാണ്? 48 ആണ്, ഇൻറ്റു 12 എന്ന് വരും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒന്നുകിൽ സൈഡിൽ എഴുതിയിട്ട് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെ സോൾവ് ചെയ്യാം? 48 നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 60 എന്ന് എഴുതാം. ഇൻറ്റു 12 വന്നു അല്ലേ? ഓക്കെ, ഇതെങ്ങനെ മാറ്റി എഴുതാം? 3 ഇൻറ്റു 12 36 എന്ന് വരും, ഇൻറ്റു 60 എന്ന് വരും. ഇനി റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ? ഇനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? √36 ഇൻറ്റു
റൂട്ട് ഓഫ് 16 എന്ന് വരും. റൂട്ട് 36 6 ആണ്, റൂട്ട് ഓഫ് 16 എത്രയാണ്? 4 ആണ്. സോ 6 × 4 24 വരും. സോ ഓപ്ഷൻ ബി 24 വോൾട്ടാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് നമ്മൾ പാർട്ട് 1 പാർട്ട് 2ലായിട്ട് നമ്മുടെ ഇലക്ട്രിസിറ്റിയിലെ കൺസെപ്റ്റുകളും അതുപോലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത്രയും വീഡിയോസ് കണ്ടിട്ട് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഫിസിക്സിലെ ബാക്കി കൺസെപ്റ്റുകളുടെ വീഡിയോകളായിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.